ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് വേണ്ടി അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് WCC തന്നെയാണ്. ഇപ്പോൾ നമുക്കിപ്പം ബീന പോൾ ചേരുകയാണ്. നിങ്ങളുടെ ഒരു വിജയം കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരിക എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നമുക്കൊരു സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വാട്ട്സ് നെക്സ്റ്റ്, എന്താണ് ഇനി അടുത്ത്? വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇത് എങ്ങനെ ഒരു സിസ്റ്റമിക് ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, സ്ത്രീകളെ കൂടുതൽ ഇതിലേക്ക് സിനിമ ഫീൽഡിലേക്ക്. ഒന്നാമത് ഈ റിപ്പോർട്ടിൽ നമുക്ക് ഒട്ടും ഡിസ്കറേജിങ് ആവാൻ പാടില്ല. ഇങ്ങനെ സിനിമ ഫീൽഡ് ഒരു ഹൊറിബിൾ സ്ഥലമാണെന്ന് ഞങ്ങൾ അങ്ങനെ പറയുന്നേ ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു ഒരുമിച്ച് നിന്നാൽ ഇത് ശരിക്കും ഒരു നല്ല പ്രൊഫഷനാണ്, എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. കാര്യം നമുക്ക് സ്ത്രീകൾക്ക് അവരവരുടെ റൈറ്റും മനസ്സിലാക്കണം. ആ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഫിയർ അത് മാറ്റി മുമ്പോട്ട് പോകണം. എന്തായാലും തെറ്റ് ചെയ്തവരായാലും ക്രിമിനൽ കേസ് ഉൾപ്പെടെ എടുക്കേണ്ട സാഹചര്യത്തിൽ അത്തരത്തിൽ കേസ് എടുക്കണമെന്ന് WCC ആവശ്യപ്പെടുമോ? ആവശ്യപ്പെടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിൽ ഒരുപാട് ലീഗൽ കാര്യങ്ങളുണ്ട്. നമ്മുടെ അംഗങ്ങൾ കുറേ മൊഴി കൊടുത്തിട്ടുണ്ട്, അവരുടെ അടുത്ത് സംസാരിക്കണം. അത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ലീഗൽ ഒപ്പീനിയനൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ മുമ്പോട്ട്. ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കൈ കിട്ടിയിട്ട് 4.5 വർഷമാവുകയാണ്. ഇത്രയും കാലം എടുക്കുകയാണ് ഇത് പുറത്തു വരുന്നതിന് വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് അന്ന് തന്നെ സർക്കാരിന് വ്യക്തമായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഈ സാധനം പൂഴ്ത്തി വയ്ക്കുമ്പോൾ സർക്കാരും സത്യത്തിൽ വേട്ടക്കാരനൊപ്പമായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു സർക്കാരിന് ഈ സമയത്ത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇതെങ്ങനെയാണ് ഉറപ്പായിട്ട് സർക്കാർ ഞങ്ങളുടെ കൂടെ റെക്കമെൻഡേഷൻസ് ഷെയർ ചെയ്തു, ഞങ്ങളുടെ കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അന്ന് തൊട്ട് ഞങ്ങൾ പറയാം ഇതിൻ്റെ ഫൈൻഡിങ്സ് വേണം. എനിക്ക് തോന്നുന്നു സർക്കാർ ഓൾസോ വാസ് എ ലിറ്റിൽ നെർവസ്, ഇതിൻ്റെ റിപ്പർക്കഷൻസ് എങ്ങനെ ആയിരിക്കുമെന്ന്. ഈ WCC-യിലെ ഒരു ബന്ധപ്പെട്ട അതിലൊരു പരാമർശമുണ്ട്. ഇതിൽ WCC-യിൽ നിന്ന് രാജിവെച്ച് പോയ മറ്റൊരാൾക്ക് സിനിമയിൽ കൂടുതൽ അതിനുശേഷം അവസരങ്ങൾ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് അവരവരുടെ എക്സ്പീരിയൻസും അവരവരുടെ മൊഴികളും അത് ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒരു എന്നാ പറയുന്നത്, അത് ഒരു പോയിന്റർ അല്ലേ. അങ്ങനെ തോന്നുന്നുണ്ടോ WCC-യിൽ പ്രവർത്തിക്കുന്നവർക്ക് സിനിമയിൽ അവസരം കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഒരു ട്രബിൾ മേക്കേഴ്സ് ആണ് പൊതുവേ ഒരു ഇതുണ്ട്. അടുപ്പിക്കണ്ടെന്ന് അല്ല, ഒരു ആപ്പാട് ഒരു ഇങ്ങനെ വേണോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വേണോ, സഹിക്കണോ എന്നൊക്കെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട്. എന്തായാലും നിയമ നടപടികളുമൊക്കെയായി ആലോചിച്ച ശേഷം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ബീന പോൾ പറയുന്നത്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.